ഫ്രഷ് കട്ടിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയിട്ടില്ലെന്ന കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ റിപ്പോർട്ട് തള്ളി സമീപ പഞ്ചായത്തുകൾ. പ്ലാന്റിൽ നിന്നും മാലിന്യം ഒഴുകിയെത്തി ജലസ്രോതസ്സുകൾ മലിനമായതായി ഓമശ്ശേരി, താമരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം ആദ്യം പെയ്ത മഴയിൽ പ്ലാന്റിൽ വെള്ളം കയറിയതോടെയാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയത്. ഇത് ശരിവെക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. പുറത്തുവന്ന രേഖകളും ദൃശ്യങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ നിർണായകമാകും. ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടിയത് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിൽ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം കയറിയാലും പ്ലാന്റിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുകില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അന്നത്തെ ദൃശ്യങ്ങൾ കാണുക. ആഗസ്റ്റ് 1-നുണ്ടായ ശക്തമായ മഴയിൽ പ്ലാന്റിൽ വെള്ളം കയറി. ഈ വെള്ളത്തിനൊപ്പം കോഴിമാലിന്യം പുറത്തേക്കൊഴുകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. മാലിന്യം പുഴയിലെത്തിയെന്ന് ഓമശ്ശേരി, താമരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളും സ്ഥിരീകരിക്കുന്നു. ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇവർ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് കത്തയച്ചത്. മാലിന്യം ഒഴുകുന്നത് തടയണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. 100% ഈ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ കട്ടിപ്പാറ പഞ്ചായത്ത് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അദ്ദേഹം അന്ന് ആ ഒരു സമയം വൈകുന്നേരം വരെ ഇവിടെ വന്നിട്ടില്ല. വൈകുന്നേരത്തിന് ശേഷം വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. പക്ഷെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടും ഈ 3 പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ടും രണ്ടും രണ്ടാണ്. ഇതൊരു സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. അദ്ദേഹം കൊടുത്തത് കള്ള റിപ്പോർട്ടാണ്. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫ്രഷ് കട്ടിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഇതിനിടെയാണ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള രേഖകൾ പുറത്തുവന്നത്. മീഡിയ 1 കോഴിക്കോട്.